ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാളെ ഡേറ്റ് 12 മെയ് 2026 പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ് നാളത്തേക്കുള്ള. ആൻഡ് ഇന്നത്തെ മാർക്കറ്റ് നോക്കിയാൽ മാർക്കറ്റ് നല്ല നെഗറ്റീവായിരുന്നു. ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റ് നല്ല നെഗറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. ആൻഡ് നിഫ്റ്റിയിലും സിമിലറാണ്, സെൻസെക്സിലും സിമിലറാണ്. ബാങ്ക് നിഫ്റ്റി ആൾസോ മാർക്കറ്റിൽ നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നാളത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നിഫ്റ്റിയിൽ വീക്ക്ലി എക്സ്പയറിയാണ്. ഓക്കെ, നിഫ്റ്റിയിൽ നാളെ വീക്ക്ലി എക്സ്പയറി വരുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത നാളത്തെ മാർക്കറ്റിനുണ്ട്. അപ്പോൾ വീക്ക്ലി എക്സ്പയറിക്കിൻ്റെ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ടേക്കാരം മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്, എക്സിറ്റും ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ കമ്മിങ് ടു നിഫ്റ്റിയിൽ മാർക്കറ്റിൽ ലാസ്റ്റ് പ്രൈസ് ആക്ഷൻ ക്ലോസിങ് എങ്ങനെ നോക്കാം. വളരെ വീക്ക്നെസ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് മാർക്കറ്റിൽ. അഥവാ റാൻഡം സെല്ലർ മാർക്കറ്റിൽ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടുന്ന് സെല്ലർ ഉണ്ടാവും, ഇല്ല എന്നല്ല. ഇത് പക്ക ഷാർപ്പ് കോൾ റൈറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ സെല്ലർ മാർക്കറ്റിലുണ്ടെങ്കിൽ അവർക്കൊരു ഇമ്പാക്റ്റ് കിട്ടണമെങ്കിൽ മാർക്കറ്റിൽ എന്ത് ചെയ്യണം, ഡയറക്റ്റ്ലി ഈ ഒരു പ്രഷർ മാർക്കറ്റിൻ്റെ ഈ ലെവലിലോട്ട് വരണം. അപ്പം ഈ ഒരു കണ്ടീഷനും മാർക്കറ്റിൽ ഇത്രയും നല്ലൊരു നെഗറ്റിവിറ്റി ഉണ്ടാകുന്നൊരു കണ്ടീഷനും എല്ലാ ഇൻഡെക്സിലും, അതായത് നിഫ്റ്റി, സെൻസസ്, ബാങ്ക് നിഫ്റ്റി എല്ലാത്തിലും നെഗറ്റീവാണ്. ഈവൻ ഡേ ക്യാൻഡിൽ വരെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ മനസ്സിലാവും മാർക്കറ്റ് എല്ലാത്തിലും ഈ സോണുകൾ ഓൾമോസ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആൾസോ ഈ ഒരു ഇമ്പാക്റ്റ്, അതായത് ഈ ഒരു ക്യുമുലേഷൻ സ്റ്റേജ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സെൻസെക്സ് ഓൾറെഡി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. സോ കണ്ടീഷൻ എല്ലാം പറയുന്നത് മാർക്കറ്റിലൊരു കൈൻഡ് ഓഫ് ഒരു നെഗറ്റിവിറ്റി കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവർക്ക് പ്രഷറൈസ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗട്ടാണ്. അതായത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ നിഫ്റ്റിനെയും ബാങ്ക് നിഫ്റ്റിനെയും എല്ലാത്തിനും കൺസിഡർ ചെയ്തിട്ടാണ് പറയുന്നത്. ലൈക്ക് എന്താ പറയുക, ഫ്ലാറ്റ് ഗ്യാപ്പ് അപ്പ് മാർക്കറ്റിൽ നമുക്ക് സെല്ലിംഗ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ ഈവൻ സെൻസെക്സിൽ വരെ മാർക്കറ്റ് ഈ ലെവൽ ക്രോസ് ചെയ്യാണ്ട്, അതായത് ഇവിടെ ഒരു മാർക്കറ്റിലുള്ളൊരു ഓപ്പൺ റേഞ്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ സെൻസെക്സിന് വരെ ഒരു പ്രഷർ വരണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ റേഞ്ച് ക്രോസ് ചെയ്യണം. അപ്പോൾ അത് ക്രോസ് ചെയ്താലേ മാർക്കറ്റിൽ അവർക്ക് പ്രഷർ വരത്തുള്ളൂ. അപ്പം നാളത്തെ ദിവസം ഈ ലെവൽ മാർക്കറ്റ് ക്രോസ് ചെയ്തിട്ടില്ല, അതായത് സംതിങ് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് മേലോട്ട് വന്ന് ഇവിടുന്ന് റിജക്റ്റ് ചെയ്താലും സെല്ലിംഗ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പോൾ ഡയറക്റ്റ്ലി ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് സെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ റീട്രേസ്മെൻറ്റ് സെല്ലിംഗ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഫ്ലാറ്റിന് ശേഷം മേലോട്ട് പോയിട്ട് മാർക്കറ്റ് സോണിൽ നിന്ന് റിവേഴ്സ് ചെയ്താൽ അവിടെ നമുക്ക് സെല്ലിംഗ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആകെ ഡൗട്ടുള്ളത് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആണ്. ഇപ്പോൾ ഈ ഗ്യാപ് ഡൗണിൻ്റെ കണ്ടീഷനിൽ ഒന്നാമത്തെ റീസൺ മാർക്കറ്റിൽ ഡയറക്റ്റ് SL അവൈലബിലിറ്റി ഇല്ല. അപ്പോൾ മാർക്കറ്റ് ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. അപ്പം ആ ഓപ്പണിങ്ങിന് ശേഷം ഞാനിവിടെ അൺപ്ലാൻഡ് ആണ്, സെല്ലിംഗ് തന്നെയാണ് എൻ്റെ ഒരു കണ്ടീഷൻ, ബട്ട് അൺപ്ലാൻഡ് ആണ്. മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു സെല്ലിംഗ് ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സെയിം പ്ലാനാണ് നിഫ്റ്റിയും സെൻസെക്സും ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക ട്വിൻസ് പോലെയാണ് അവരുടെ പ്രൈസ് ആക്ഷൻ, ഏറെക്കുറെ സെയിം ആണ്. സോ കൈൻഡ് ഓഫ് സിമിലർ. ഇവിടെ നിന്നൊരു റെസിസ്റ്റൻസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കോൾ റൈറ്റേഴ്സ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് നാളെ വീക്കിൽ എക്സ്പയറി ആയതുകൊണ്ട്. സോ അതും മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ശേഷം ഇങ്ങനെ ക്ലോസ് ചെയ്തുകൊണ്ട് ഡെഫിനറ്റ്ലി ഇവിടെ ഭയങ്കര ഒരു എന്താ പറയുക അത്രയ്ക്കും കോൺഫിഡൻസിലേക്കാരും ഇവിടെ SL കീപ്പ് ചെയ്തിരിക്കുക. കാരണം ഇതിൻ്റെ മേലോട്ട് പ്രഷർ വരാണ്ട് ഒരിക്കലും അവർ SL ബുക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാർക്കറ്റിൽ നമുക്ക് ഫ്ലാറ്റ് ഗ്യാപ്പ് അപ്പ് മാർക്കറ്റിൽ സെല്ലിംഗ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഡയറക്റ്റ് ഗ്യാപ് ഡൗൺ ആകുമ്പോൾ നമുക്ക് ഡൗട്ടാണ്. ഹെവി ഗ്യാപ്പ് അപ്പിൽ നമ്മൾ അൺപ്ലാൻഡ് ആണ്, ഹെവി ഗ്യാപ് ഡൗൺ നമ്മൾ അൺപ്ലാൻഡ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ മാർക്കറ്റിൽ ഇത് രണ്ടും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം മാർക്കറ്റ് കുറേ ഡ്രിവൺ ചെയ്യുന്നത് വാറിൻ്റെ പീസ് ടോക്ക് അങ്ങനത്തെ കണ്ടീഷനിലൊക്കെയാണ്. സോ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഓപ്പണിങ്സ് വരുമ്പോൾ നമ്മൾ മാറി നിൽക്കുക. ബാക്കി കണ്ടീഷനിൽ നമുക്ക് മാർക്കറ്റിനനുസരിച്ച് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. സിമിലർ പ്ലാനാണ് ബാങ്ക് നിഫ്റ്റിയിലും. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ സെയിം കണ്ടീഷനാണ്. ക്ലോസിങ് നമുക്ക് ഈ ലെവലിൻ്റെ അടുത്താണ്, അല്ലാണ്ട് ഇതിൻ്റെ മേലൊരു ക്ലോസിംഗ് ഇല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ബിലോ പോയിട്ട് ഇങ്ങനെ ക്ലോസിങ് ചെയ്തിട്ടില്ല. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡയറക്റ്റ് SL ഉള്ളത് ഇവിടെയാണ് സെല്ലർ ഉള്ളത്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ മേലോട്ട് ഇമ്പാക്റ്റ് വരേണ്ട ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്യില്ല. ഈവൻ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കൂടി ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി അത്രയും സ്ട്രെങ്തി സെല്ലിംഗ് മൂഡിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, അതായത് കോൺഫിഡൻസിലായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാർക്കറ്റിൽ ഫ്ലാറ്റ് ഗ്യാപ്പ് അപ്പ് സെല്ലിംഗ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഗ്യാപ് ഡൗൺ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് അൺപ്ലാൻഡ് ആണ്. പോസിറ്റീവിലോട്ട് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി സംതിങ് നമുക്ക് ട്രൈ ചെയ്യാം സെല്ലിങ്ങിന്. ഓക്കെ, അതാണ് കണ്ടീഷൻ. സോ ഇത്രയേ ഉള്ളൂ. സോ സീ യു ടുമാറോ. ബൈ.